മണലാരണ്യങ്ങളിൽ കഷ്ടപ്പെട്ടുണ്ടാക്കി സമ്പാദ്യം മുടക്കി നാട്ടിൽ ഒരു ആശുപത്രി പണിതിട്ടും തുറക്കാനാകാത്ത വിഷമത്തിലാണ് ആലപ്പുഴ നൂറനാട് ചാരുമൂട് സ്വദേശി സലീം. ആശുപത്രി കെട്ടിടം പ്രദേശത്തെ വായുസഞ്ചാരം തടസ്സപ്പെടുത്തുന്നു എന്ന് കാണിച്ച് സമീപത്തെ ഭൂവുടമ പരാതി നൽകിയതാണ് പ്രതിസന്ധികൾക്ക് തുടക്കമായത്. സലീം ചാരുമൂട്ടിലെ തന്റെ 31 സെന്റ് ഭൂമിയിൽ ആശുപത്രിക്കായി കെട്ടിട നിർമ്മാണം ആരംഭിച്ചത്. സർക്കാർ വകുപ്പുകളുടെ അനുമതിയോടെയായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ. കെട്ടിടത്തിന്റെ 80% പണി പൂർത്തിയാക്കി. പിന്നാലെയാണ് സമീപ പ്രദേശത്തെ ഭൂവുടമ ഷെരീഫ് കെട്ടിട നിർമ്മാണത്തിനെതിരെ മുൻസിഫ് കോടതിയെ സമീപിച്ചത്. കെട്ടിടം പണിതാൽ വായുസഞ്ചാരം തടസ്സപ്പെടുമെന്നായിരുന്നു പരാതി. നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ കോടതി ഉത്തരവിട്ടു. അപ്പീൽ നൽകിയെങ്കിലും മുൻസിഫ് കോടതി ആവശ്യം തള്ളി. 4 കോടിയിലധികം രൂപ മുടക്കിയാണ് ഇതുവരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഏകദേശം 2022 മാർച്ചിൽ എൻ്റെ തൊട്ട് അയൽവക്കത്ത് വസ്തു ഉടമസ്ഥനായ ഷെരീഫ് എന്ന വ്യക്തി അദ്ദേഹത്തിന് എയർ ഫ്ലോ ഇല്ലെന്നുള്ള കംപ്ലൈൻറ്റുമായിട്ട് മുൻസിഫ് കോടതിയിൽ നിന്ന് ഒരു സ്റ്റോപ്പ് മെമ്മോ മേടിക്കുകയും സെയിം ടൈമിൽ തന്നെ പഞ്ചായത്ത് ഓഫീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുകയും ചെയ്തു. പിന്നാലെ സലീം ജില്ലാ കോടതിയിൽ അപ്പീൽ നൽകി. കോടതിയിൽ കേസ് തുടരുന്നതിനിടെ എതിർകക്ഷികളായ ഷെരീഫ് കോടതിക്ക് പുറത്ത് കേസ് ഒത്തുതീർപ്പാക്കാൻ സമീപിച്ചു. ഒത്തുതീർപ്പ് കരാർ പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുകയും കോടതി നിയോഗിച്ച കമ്മീഷൻ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. എന്നിട്ടും കേസ് പിൻവലിക്കാൻ എതിർകക്ഷി തയ്യാറായില്ല. പിന്നാലെ സലീമിന് അനുകൂലമായി ജില്ലാ കോടതി വിധി. അനുകൂല വിധി ഉണ്ടായിട്ടും തന്റെ സ്ഥാപനം പ്രവർത്തിക്കുന്നത് തടയാൻ എതിർകക്ഷികൾ ശ്രമിക്കുന്നുവെന്ന് സലീം പറയുന്നു. അങ്ങനെ 10 ലക്ഷം രൂപയോളം ചെലവാക്കി ഞാൻ ആ സെറ്റ് ബാക്ക് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. അത് ചെയ്തു കഴിഞ്ഞിട്ട് കോടതിയിൽ അത് നമ്മൾ ബോധ്യപ്പെടുത്തി. എന്നിട്ടും അവർക്ക് അതിൽ തൃപ്തരായിട്ടില്ല. വീണ്ടും കോടതിയിൽ നിന്നും അവർക്ക് അനുകൂലമായൊരു വിധി കിട്ടുന്നില്ല എന്ന് മനസ്സിലായപ്പം വീണ്ടും അവർ എനിക്കെതിരായിട്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. വീണ്ടും പഞ്ചായത്തിലേക്ക് കംപ്ലൈൻറ്റുമായിട്ട് പോകുന്നുണ്ട്. സാങ്കേതിക കുരുക്കിൽ കുടുങ്ങി ആശുപത്രി തുറക്കാനാകാതെ വന്നതോടെ വലിയ മാനസിക പ്രയാസത്തിലും സാമ്പത്തിക പ്രതിസന്ധിയിലുമാണ് സലീം. വ്യവസായ സൗഹൃദ കേരളം എന്ന് സർക്കാർ ആവർത്തിക്കുമ്പോഴാണ് സലീമിക്കെ പോലുള്ളവർക്ക് ഇത്തരം പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നത്. ഈ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ട ഉത്തരവാദിത്തം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒപ്പം സർക്കാർ സംവിധാനങ്ങൾക്കുമുണ്ട്. എ ബി ജയശങ്കർ, 24, കൊട്ടാരക്കര.